സമൂഹത്തിൽ പുതിയ ജനറേഷനൊക്കെ കാണേണ്ട പടങ്ങളാണിത്. കാരണം അവർക്കുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളത് ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. കാരണം അവർ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഏറ്റവും കൂടുതൽ മറക്കുന്നത് അച്ഛനമ്മമാരെ ചില സമയത്ത് ഓർക്കാറില്ല. എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ആ എൻജോയ് ചെയ്യുന്നതിൽ കൂട്ടത്തിൽ പലതും സംഭവിക്കുന്ന ഇങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. അതായത് വ്യക്തികളെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും ഈശ്വരൻ ആർക്കും കൊടുത്തിട്ടില്ല. ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും പടത്തിൻ്റെ ഓരോ അനുഭവങ്ങളും അതാണ് കാണിക്കുന്നത്. ഓരോ ലേഡീസിനുണ്ടാവുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് പടത്തിൽ. അതിൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വീഴ്ചകളെക്കുറിച്ചും കാണിക്കുന്നുണ്ട്. പക്ഷേ പടം നല്ല പടമാണ്, ഓടും, നന്നായിട്ട് കാണാം, എല്ലാവർക്കും കാണാം. പെർഫോമൻസൊക്കെ കൊള്ളായിരുന്നു എല്ലാവരും. എൻ്റെ എഡിറ്റിങ്ങും എൻ്റെ ക്യാമറ സെറ്റിങ്സൊക്കെ കൊള്ളായിരുന്നു. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല പടം. മൊത്തത്തിൽ കൊള്ളാം. പേരിന് ചൊല്ലി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഇത് എല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യമില്ല. അതിനൊരു പേരിട്ടുന്നല്ലേ ഉള്ളൂ. അത് വേറെ പ്രശ്നം, ഇതിനൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ കേരളമല്ലേ, പലതും നടക്കുമല്ലോ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയാണ്. പണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പം പെണ്ണുള്ളിടത്തല്ലേ വാണിപ്പം നടക്കുള്ളൂ എന്ന് പറഞ്ഞൊരു കേസ് പണ്ട് ഓർമ്മയുണ്ടോ? എനിക്ക് അറിഞ്ഞുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇതുപോലെ വാർത്തയിലൊക്കെ വന്നതാണ്. പെണ്ണുള്ളിടത്തല്ലേ വാണിപ്പം നടക്കുള്ളൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളമല്ലേ, അപ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞല്ലേ. ശരിയാണ്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഭരണാധികാരികളുടെ മാത്രമല്ല, പോലീസുകാർ വിചാരിച്ച എന്തും കാര്യങ്ങളും തെളിയിക്കാൻ പറ്റും. അവരുടെ ഭാഗത്ത് എല്ലാ രേഖകളും ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർക്കുണ്ട് മക്കൾ, അതവർ ചിന്തിക്കണം. അവർക്കുണ്ട് മക്കൾ. അവരുടെ മക്കൾക്കാണ് ഈ ഇൻസിഡൻസ് വരുന്നെങ്കിൽ അവർ സഹിക്കുമോ? സഹിക്കില്ല. അപ്പോൾ അവർ കുറച്ചും കൂടെ ഊർജ്ജമായി ശക്തമായിട്ടൊന്ന് ഈ കാര്യത്തിലൊന്ന് ഇറങ്ങി തിരിച്ചാൽ ഇതെല്ലാം ഒതുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നല്ല പടം, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല സിനിമ, നല്ല സിനിമ, കൊള്ളാം. നല്ല പടമാണ്. ഇതിൻ്റെ ആവശ്യം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. എനിക്ക് കണ്ട് വലുതായിട്ട് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഒരു സർക്കാരിനെ ഭയങ്കരമായിട്ട് പ്രതികൂട്ടിലാക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. തന്നെ ഇറ്റ്സ് ഓക്കെ. കൊള്ളാം. വേറെ ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന പോലെ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നെഗറ്റീവ് എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ഹെഡിങ്സ് ഒക്കെ തന്നെ ദുരഭിമാന കൊലകളെയൊക്കെ കുറിച്ചായിരുന്നു. അപ്പം തന്നെ ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ ഈ പറയുന്ന പോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത സത്യത്തിൽ കേരള സ്റ്റേറ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ കേന്ദ്രത്തിൻ്റെ സെൻസർ ബോർഡിനെ എവിടെ വെച്ചാണ് കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ. ജാനകി എന്നുള്ളൊരു പേരിന് മാത്രമാണോ ഈ കൊള്ളിച്ച, എന്താണ് ഇതിലെ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. സിനിമ കണ്ടപ്പോൾ ബാക്കി വന്ന ചോദ്യം അതാണ്. വളരെയധികം വിമർശനാത്മകമായ, പല രീതിയിലും വിമർശനാത്മകമായ പടമാണ്. തുടക്കം മുതൽ തന്നെ പല രീതിയിലും ഇതിൻ്റെ പേര് തന്നെ സമൂഹത്തിലേക്ക് ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നതാണ് സെൻസർ ബോർഡൊക്കെ. പക്ഷേ അതിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് കഥയുടെ കഥാതന്തു പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം.